ഹലോ ഗായ്സ്, നമ്മുടെ ക്യാമ്പിൽ ഇന്ന് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇരിക്കുവാണ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സല്ല കേട്ടോ, വേറൊരാളുടെ ഡ്രസ്സാണ്. അതാണ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ എൻ്റെ ഫേസിൽ വന്നത്. അത് കഴിഞ്ഞ് നമ്മളിതേ ഓഡിറ്റോറിയത്തിലെത്തി. ഫസ്റ്റ് നമ്മളാണ് കേട്ടോ വന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ വന്നതുകൊണ്ട് നേരത്തെ തന്നെ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. നമ്മുടെ എന്ത് പ്രോഗ്രാം നടത്തുന്നതും ഇവിടെയാണ് കേട്ടോ. നല്ല സുഖമാണ് ഇവിടെ വന്നിരുന്ന് പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സുക്കുമ്പി ഫസ്റ്റ് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. എന്നാലാണ് ഡാൻസൊക്കെ കാണാൻ പറ്റുമെന്നാണ് അവൻ പറയണത്. അപ്പോൾ ആദ്യത്തെ ഡാൻസ് എൻ്റെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ കളിച്ച് വന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. വേറൊരു ദീദിയുടെ ഡ്രസ്സായിരുന്നു ഇത്. എൻ്റെ ലെഹങ്ക തയ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെക്സ്റ്റ് പ്രോഗ്രാമിന് ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടു. ബ്ലൗസൊക്കെ ഭയങ്കര ലൂസായിട്ട് ഭയങ്കരമായിട്ട് പിന്നൊക്കെ കുത്തി റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഇത് ഇട്ടത് കേട്ടോ. ഒരുവിധം ഞാൻ എന്തൊക്കെയോ കളിച്ചു വച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം വേറെ പ്രോഗ്രാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് കളിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ആക്കി വയ്ക്കണത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ഒരു ഡാൻസ് എന്ന് പറയുന്നത് പഞ്ചാബി ഡാൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് ദീപികയാണ് കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ദീദി സപ്ന എന്നാണ് പേര്. ആൾ നന്നായിട്ട് പാട്ടൊക്കെ പാടി. പിന്നെ ഒരു ഡാൻസ് വന്നത് ഹരിയാന ഡാൻസ് ആയിരുന്നു. അതും നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നീലം എന്ന് പറയുന്ന ദീദി ഇതാണ് കേട്ടോ. സോനം എന്ന് പറയുന്ന ഒരു ദീദിയുടെ ആയിരുന്നു അടുത്ത ഡാൻസ്. ആളുടെ ഡാൻസ് ഏതായിരുന്നു എന്ന് എനിക്കറിയില്ല. ആൾ ആദ്യം കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം എന്തെങ്കിലും ആവട്ടെ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആളും കയറി കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പം ഈ പട്ടം ഉണ്ടാക്കുന്ന ഒരു കൈറ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് പട്ടം ഉണ്ടാക്കിയവർ ഒരുമിച്ച് നിന്നിട്ട് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരായിരുന്നു പട്ടമൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇതിൽ മാഗസീനിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. അപ്പം നമ്മൾ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവരും തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒരുമിച്ച് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോകളായിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിത് പക്കോടയും ഒക്കെ ആയിരുന്നു നമുക്ക് സ്നാക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ പക്കോട മാത്രം എടുത്തോളൂ. എനിക്കിതാണ് കൂടുതലിഷ്ടം. ചായ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ദേ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയതാണ്. റീൽസൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടോ. ഓർണമെൻറ്റ്സും സാധനങ്ങളും എല്ലാം അഴിച്ച് വാരി പള്ളയെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി സന്തോഷമായി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത് വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ പോകാൻ പോകുന്നത്. 15 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത പ്രോഗ്രാം വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം. ബൈ.